ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 12-ൻ്റെയും ഐഫോൺ 11 പ്രോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പോലും ഫ്ലിപ്കാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണും പ്രൈസ് ചെയ്തിരിക്കുന്നത് 80,000 രൂപയ്ക്കാണ്. അപ്പോൾ ഈ 80,000 രൂപ നമ്മൾ ഒരു ഐഫോണിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് വാങ്ങുക എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പിന്നെ അതുകൂടാതെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഐഫോൺ 12 ഇംപ്രൂവ്മെൻ്റ് ആയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്രാവശ്യത്തെ ഐഫോൺ 12-ൻ്റെ സ്ക്രീൻ സൈസ് 6.1 ഇഞ്ചാണ്. കഴിഞ്ഞ കൊല്ലത്തെ 11 പ്രോവിൻ്റെ സൈസാണെങ്കിൽ നമുക്ക് 5.8 ഇഞ്ചാണ്. പക്ഷേ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളൊരു ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് സ്ക്രീൻസും AMOLED ആണ്, രണ്ട് സ്ക്രീൻസും ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഐഫോൺ 11 പ്രോവിൻ്റെ ഡിസ്പ്ലേ നമുക്ക് 800 നിറ്റ്സ് വരെ പോകും. ഐഫോൺ 12-ൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 600 നിറ്റ്സ് വരെ പോകുള്ളൂ. ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകും, നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരത്ത്, വെയിലത്തൊക്കെ പോകാൻ നേരത്ത് എന്തായിരിക്കും ബ്രൈറ്റ്നസിൻ്റെ കാര്യം, ഇത് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന്. പക്ഷേ രണ്ടെണ്ണത്തിൻ്റെയും പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ്. അതായത് നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഓണാക്കിയിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ, വെയിലത്ത് പോവുകയാണെങ്കിൽ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ഒരേ ലെവലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് ആ ഡിസ്പ്ലേ നോക്കാൻ പറ്റില്ല. രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഏകദേശം ഒരേപോലെയാണ്. രണ്ടാമത്തെ കാര്യം വരുമ്പോൾ നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് ഐഫോൺ 11 പ്രോ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാണ് ആപ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യത്തെ 12 പ്രോയും 12 പ്രോ മാക്സ് പോലും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. 12 വന്നിട്ട് അലുമിനിയം വെച്ചിട്ടാണ്. അപ്പോൾ അലുമിനിയം കുറച്ചൊരു ഇൻഫീരിയർ പ്രൊഡക്റ്റ് ആണ് കമ്പയർഡ് ടു സ്റ്റെയിൻലെസ് സ്റ്റീൽ. പക്ഷേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും ഫോണിൻ്റെ. പിന്നെ അതുകൂടാതെ തന്നെ എന്താ വെച്ചാൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ താഴെയൊക്കെ വീഴുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് ചളുങ്ങിയൊന്നും പോവില്ല ഫോൺ, ജസ്റ്റ് ഒരു സ്ക്രാച്ചോ അങ്ങനെയൊക്കെ വരുള്ളൂ നമ്മുടെ ഐഫോൺ 11 പ്രോവിൻ്റെ കാര്യത്തിൽ. പക്ഷേ അതേസമയം ഐഫോൺ 12-ൻ്റെ കാര്യത്തിലാവുമ്പോൾ നമുക്ക് ഫോൺ ചളുങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചാൻസ് ഉണ്ട് കൂടുതൽ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. പിന്നെ അതുകൂടാണ്ട് രണ്ട് ഫോണിലും IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ അല്ല. പ്രോസസ്സിംഗ് പവറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഐഫോൺ 11 പ്രോ A13 ബയോണിക്കും ഇപ്രാവശ്യത്തെ ഐഫോൺ 12 A14 ബയോണിക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, A14 ബയോണിക്കാണ് ലോകത്തിലെ ആദ്യത്തെ 5 നാനോമീറ്റർ ചിപ്സെറ്റ്. ഈ 5 നാനോമീറ്റർ ചിപ്സെറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും, ബാറ്ററി കൺസംഷൻ വല്ലാണ്ടങ്ങ് കുറയും. പക്ഷേ ഈ ബാറ്ററി കൺസംഷൻ കുറയുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് CPU-ലോ GPU-ലോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇക്കൊല്ലത്തെ A14 ബയോണിക്ക് A13 ബയോണിക്കിനെക്കാട്ടിലും വെറും 7-8% പവർഫുൾ ആയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, A13 ബയോണിക് എന്ന് പറയുന്ന പ്രോസസ്സർ, കഴിഞ്ഞ കൊല്ലത്തെ ഐഫോൺ 11 പ്രോയിലുള്ള പ്രോസസ്സർ ഇപ്പോഴും എത്രയോ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സർ ആണെന്നാണ്. അതും കൂടാതെ തന്നെ ഇന്ന് ആപ്പ് സ്റ്റോറിൽ ഒരൊറ്റ ആപ്പ് പോലും ഇല്ല A13 ബയോണിക്കിൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു 3 കൊല്ലത്തേക്ക് നിങ്ങൾ A13 ഫോൺ എടുത്താലും A14 ഫോൺ എടുത്താലും ഒരു ഇഷ്യൂവും ഉണ്ടാവില്ല. രണ്ട് ഫോണിലും 64 GB ആണ് വരുന്നത് ഈ 80,000-ൻ്റെ പ്രൈസിങ്ങിൽ. അതും കൂടാതെ രണ്ടിലും 4 GB തന്നെയാണ് റാം വരുന്നത്. അപ്പോൾ അതിലും ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയതനുസരിച്ച് ഡിസ്പ്ലേയിൽ വലിയ മാറ്റമില്ല, പ്രോസസ്സിംഗ് പവറിൽ വലിയ മാറ്റമില്ല, പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോറേജിലും റാമിലും പോലും മാറ്റമില്ല. ഏറ്റവും കൂടുതൽ മാറ്റമുള്ളത് നമ്മുടെ ക്യാമറ ടെക്കിലാണ് ഇപ്രാവശ്യം വരുന്നത്. അപ്പോൾ ഐഫോൺ 12ഉം ഐഫോൺ 11 പ്രോ, 11 പ്രോയിൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ 3 ക്യാമറകളുണ്ട്. അൾട്രാവൈഡ് ഉണ്ട്, നോർമൽ റെഗുലർ ക്യാമറയുണ്ട്, പിന്നെ അതുകൊണ്ടുണ്ട് ടെലിഫോട്ടോ ഉണ്ട്. ഐഫോൺ 12ലേക്ക് വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ റെഗുലറും അൾട്രാവൈഡ് ക്യാമറയും ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് കാണാം. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ, എന്തെങ്കിലും ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഐഫോൺ 11 പ്രോൻ്റെ ക്യാമറ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് കുറച്ചുകൂടി സൂം കേപ്പബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഈ ഒരു സൂം കേപ്പബിലിറ്റി നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള റെഗുലർ ക്യാമറയും അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും നോക്കുകയാണെങ്കിൽ, ഇപ്രാവശ്യം ഐഫോൺ 12ൻ്റെ ക്യാമറയിൽ നമുക്ക് ഡീപ്പ് ഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് രണ്ട് ക്യാമറകളിലും ഡീപ്പ് ഫ്യൂഷൻ വന്നിട്ടുണ്ട്. 11 പ്രോയിൽ നമുക്ക് റെഗുലർ ക്യാമറയിൽ മാത്രമേ നമുക്ക് ഡീപ്പ് ഫ്യൂഷൻ വന്നിട്ടുള്ളൂ. അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയിൽ ഡീപ്പ് ഫ്യൂഷൻ ഇല്ല. പക്ഷേ നമ്മുടെ 12-ൽ രണ്ട് ക്യാമറകളിലും ഡീപ്പ് ഫ്യൂഷൻ ഉണ്ട്. ഡീപ്പ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡിൽ ആപ്പിൾ വന്നിട്ട് നമ്മൾ ആ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ വന്നിട്ട് 9 ഫോട്ടോ എടുക്കും. ആ 9 ഫോട്ടോ 9 എക്സ്പോഷറിലായിരിക്കും. എന്നിട്ട് അതിൽ
ഓരോ പിക്സലും പോയിട്ട് ഏതാണ് നല്ലതെന്ന് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ആ ഫോട്ടോ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ ആ പുറത്ത് വരുന്ന ഫോട്ടോന് വളരെയധികം ഡീറ്റെയിൽ കൂടുതലായിരിക്കും. നമ്മുടെ മുടിയുടെയും ഈ കൺപീലിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി നമ്മളിങ്ങനെ നോക്കണം, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ഈ ഡിഫറൻസുകൾ അറിയുള്ളൂ. ഡീപ് ഫ്യൂഷൻ ഉള്ള ഫോട്ടോ ആണോ ഡീപ് ഫ്യൂഷൻ ഇല്ലാത്ത ഫോട്ടോ ആണോ എന്ന്. ആ ഒരു ഡീപ് ഫ്യൂഷനാണ് നമുക്ക് ഇപ്രാവശ്യം ഐഫോൺ 12 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലുള്ളത്. അപ്പോൾ രണ്ടും അടുത്തടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് അറിയുള്ളൂ. അതും കൂടാതെ ഇപ്രാവശ്യത്തെ ഐഫോൺ 12 ക്യാമറയിൽ സ്മാർട്ട് HDR3 വന്നിട്ടുണ്ട്. സ്മാർട്ട് HDR3 എന്ന് പറഞ്ഞാലും ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ ഏത് സ്ഥലമാണ് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂട്ടേണ്ടത്, ഏതാണ് ബ്രൈറ്റ്നസ് കുറയ്ക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഐഫോൺ 12. അതുകൂടാതെ ഇപ്രാവശ്യം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നൈറ്റ് മോഡ് ഉണ്ട്. പിന്നെ ഐഫോൺ 12 സീരീസിൽ നൈറ്റ് പോർട്രേറ്റ് മോഡും കൂടി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഐഫോൺ 11 പ്രോയിലില്ല. 11 പ്രോയിൽ നോർമൽ പോർട്രേറ്റ് മോഡേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നൈറ്റ് മോഡില്ല. റെഗുലറിൽ മാത്രമേ നൈറ്റ് മോഡുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഡോൾബി വിഷൻ, സ്മാർട്ട് HDR3, നൈറ്റ് മോഡ് ഇൻ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ അതുകൂടാണ്ട് നൈറ്റ് പോർട്രേറ്റ് മോഡ്, ഈ 4 എണ്ണവും നിങ്ങൾ രാത്രി അധികം ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ മാത്രമേ ഈ കാര്യം, അതും അൾട്രാ വൈഡ് ആംഗിളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ 4 കാര്യവും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ 11 പ്രോവിനെക്കാട്ടിലും. ഇല്ലെങ്കിൽ ഇത് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റേ അല്ല. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോൺ 12ലും 11 പ്രോയിലും ഒരേ സെൻസർ തന്നെ ആപ്പിൾ യൂസ് ചെയ്യുന്നത്, 12 MP. മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഐഫോൺ 12ൽ ഒരു ലെൻസ് കൂടി എക്സ്ട്രാ ഉണ്ട്. ഈ ലെൻസ് എക്സ്ട്രാ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിലേക്ക്, സെൻസറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റുകളെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺവാണ്ടഡ് ലൈറ്റ്സ് വരുമ്പോൾ അതിനെയൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ഐഫോൺ 12ൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഡോൾബി വിഷനും സ്മാർട്ട് HDR3യും നൈറ്റ് മോഡിന് അൾട്രാ വൈഡ് ക്യാമറയും അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് സ്ലൈറ്റായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഫോട്ടോഗ്രാഫീൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഐഫോൺ 11 പ്രോനെക്കാട്ടും ഐഫോൺ 12ൽ. പക്ഷേ ഇനിയാണ് രസം, വീഡിയോയിലേക്ക് വരുമ്പോഴാണ് ഐഫോൺ 12ൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ. മെയിനായിട്ട് 2 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് വീഡിയോയിൽ വരുമ്പോൾ. പക്ഷേ അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ. ആദ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ 11 പ്രോവിൽ OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 1 സെക്കൻഡിൽ 1000 വട്ടമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഐഫോൺ 12ൽ 5000 വട്ടം 1 സെക്കൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. പക്ഷേ ഈ 1000ഉം 5000ഉം 1 സെക്കൻഡിൽ നമുക്ക് വ്യത്യാസം അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനൊന്നും നമ്മൾ കണ്ണിന് പറ്റില്ല. അപ്പോൾ രണ്ടിലും നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. രണ്ടും ഒരേപോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പം ഈ OISഉം ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ അല്ല. ഇനിയാണ് ഏറ്റവും വലിയ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ. ഇപ്രാവശ്യത്തെ ഐഫോൺ 12 സീരീസിന് ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഫോൺ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളൂ, അത് ഐഫോണാണ്. വേറെ ഒരു ഫോണിന് പോലും ഇത് പറ്റില്ല. ഈ ഡോൾബി വിഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഡോൾബി വിഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ നേരത്ത്, അതായത് നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആപ്പിൾ 2 വീഡിയോ റെക്കോർഡ് ചെയ്യും. ഒന്ന് ഹൈ എക്സ്പോഷറിലും ഒന്ന് ലോ എക്സ്പോഷറിലും. ഈ 2 വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അതേ സമയം തന്നെ സാധാരണ ഒരു ഫോൺ വീഡിയോ എടുക്കുന്നതിലും 60 ടൈംസ് കൂടുതൽ കളർ ഡാറ്റ ആപ്പിൾ റിസീവ് ചെയ്യും. ആപ്പിൾ അത്രയും ഡാറ്റ കൂടി ആപ്പിൾ ടേക്ക് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ഫ്രെയിമിലേക്കും പോയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഫ്രെയിമിൻ്റെ ലൈറ്റിങ്ങും ഷാർപ്നെസ്സും എല്ലാം ആപ്പിൾ ക്ലിയർ ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരൊറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൈക്രോ സെക്കൻഡിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുള്ളായ ഒരു പ്രോസസ്സറാണ് A14 ബയോണിക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ. അപ്പോൾ ഈ ഒരു ഡോൾബി വിഷൻ വീഡിയോ ആണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ. ഈ പറഞ്ഞ ഒരൊറ്റ കാര്യവും ഐഫോൺ 11 പ്രോവിൻ്റെ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിനർത്ഥം ഐഫോൺ 11 പ്രോവിൻ്റെ ക്യാമറ അബദ്ധമായ ഒരു ക്യാമറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഏറ്റവും നല്ല വീഡിയോ ക്യാമറ സ്മാർട്ട് ഫോണിൽ വരുന്നത് ഐഫോണിൻ്റെ ആയിരുന്നു, 11 പ്രോവിൻ്റെ ആയിരുന്നു ഇത്രയും കാലം. ഇപ്പോഴാണത് 12 പ്രോയിലേക്കും 12 പ്രോ മാക്സിലേക്കും ഒക്കെ ആയി മാറാൻ പോകുന്നത്. അപ്പോൾ ഐഫോൺ 11 പ്രോവിൻ്റെ ക്യാമറ വീഡിയോയിൽ സെക്കൻഡ് ബെസ്റ്റായി മാറി.
പക്ഷേ ഈ ഡോൾബി വിഷനിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമായിട്ടല്ല, ഒരു എന്താ പറയുക, ഒരു ബട്ട് എന്ന് പറയില്ലേ, അതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം, ഡോൾബി വിഷൻ ഐഫോൺ 12-ൽ 30 frames per second സപ്പോർട്ട് ചെയ്യുള്ളൂ. 12 Pro മാക്സിലാണ് 60 frames per second സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ 12 Proയിലാകെ 4 GB റാമേ ഉള്ളൂ, 12 Pro മാക്സിൽ 6 GB ഉണ്ട്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. 60 FPS വീഡിയോ വന്നിട്ട് ഡോൾബി വിഷൻ വീഡിയോയിൽ നമുക്ക് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആപ്പിളിൻ്റെ ഒരു പ്രൊപ്രയേറ്ററി ഡോൾബി വിഷനാണ് ആപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്രയേറ്ററി എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഡിവൈസസ് ആയ ഐഫോൺ ഡിസ്പ്ലേയിലും ഐപാഡ് ഡിസ്പ്ലേയിലും ആപ്പിൾ ടിവിൻ്റെ ഡിസ്പ്ലേയിലും ഒക്കെ ഈ ഡോൾബി വിഷൻ നല്ലോണം പ്ലേ ആവും, അതേപോലെ തന്നെ പ്ലേ ആവും. നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ആ വീഡിയോ എൻജോയ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാംസങ് ടി വിയിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ അതിലൊന്നും ഈ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% ആ ഡോൾബി വിഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളവർക്ക് മാത്രമേ ഈ ഡോൾബി വിഷൻ അത്രയും അധികം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പക്ഷേ നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ നേരത്ത് നിങ്ങൾ ഒരിക്കലും എനിക്ക് ഡോൾബി വിഷൻ വീഡിയോ വേണം എന്ന് പറഞ്ഞ് ചിന്തിക്കില്ല. അത് ഉണ്ടെങ്കിൽ അതൊരു അഡീഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലത്തെ ഈ ടെക് സേവി ആയിട്ടുള്ള ആൾക്കാർക്ക് മേ ബി ചിലപ്പോൾ ഡോൾബി വിഷൻ എന്താണെന്നും ഡീപ് ഫ്യൂഷൻ എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയും കൂടി ചെയ്യുള്ളൂ. നോർമലായിട്ട് ഒരാൾ വാങ്ങുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഈ 2 ഫോണുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ക്യാമറയിൽ നൈറ്റ് മോഡ് വന്നു അൾട്രാ വൈഡിൽ, പിന്നെ അതുകൂടാതെ തന്നെ ഡീപ് ഫ്യൂഷൻ വന്നു അൾട്രാ വൈഡിൽ, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഡോൾബി വിഷൻ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സ്റ്റീൽ എന്ന് പറഞ്ഞു. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം 5G എന്ന് പറഞ്ഞ കാര്യം ഐഫോൺ 12-ലുണ്ട്. അപ്പോൾ അത് കുറേ പേരുടെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവാം. കാരണം ആപ്പിൾ ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്യുമല്ലോ. പക്ഷേ ആപ്പിളിൻ്റെ ഈ 5Gയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം ബാറ്ററി സൈസ് കുറച്ചതായിട്ട് നിങ്ങൾക്കറിയാലോ ഐഫോൺ 12 സീരീസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്മാർട്ട് 5G ആയിട്ടാണ് അവർ അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് ഫോണാണ് ഡിസൈഡ് ചെയ്യുക എപ്പോൾ 5G വേണമെന്ന്. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ നോക്കുമ്പോൾ 5G വരില്ല. അപ്പോൾ ഫോണിന് തോന്നുകയാണ് നിങ്ങളൊരു നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് മൊത്തം ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ 5G വേണമെന്ന് ഫോണിന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫോൺ 5Gയിലേക്ക് സ്വിച്ച് ആകും. പക്ഷേ ഈ നേരത്ത് മൊത്തം ആപ്പിളിൻ്റെ ഐഫോൺ 5G എന്ന് പറഞ്ഞേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. മോളിൽ 5G എന്ന് കാണിക്കും, പക്ഷേ 4Gയിലായിരിക്കും ഫോൺ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാറ്ററി സേവ് ചെയ്യാനാണ് ഈ കാര്യം. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതും കൂടാണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഏത് കൊല്ലം വരാനാ 5G? ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ഇപ്പോൾ 5Gയുടെ അഡോപ്ഷൻ വളരെ കുറവാണ്. ഈ ആപ്പിളിൻ്റെ ഈ ഒരു പുഷ് കാരണം മേ ബി ചിലപ്പോൾ അവിടെയൊക്കെ ഈ അഡോപ്ഷൻ കൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു 5G അഡോപ്ഷൻ റേറ്റ് വരുള്ളൂ. 5G എന്ന് പറഞ്ഞൊരു കാര്യം മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഐഫോൺ 12-ലേക്ക് പോകരുത്. ഇപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോട്ടോ ക്യാമറ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ്, പിന്നെ നിങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ ഫോർ യു നൈറ്റ് മോഡ് വന്ന് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഇല്ലെങ്കിൽ എന്നാണെങ്കിൽ ആൻഡ് ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഐഫോൺ 11 പ്രോയിലേക്ക് പോകണം. mAh വെച്ച് നോക്കുമ്പോൾ ആകെ 200 mAhും 250 mAh വ്യത്യാസമുള്ളൂ. പക്ഷേ ആപ്പിളിൻ്റെ ഒരു ഹിസ്റ്ററി അനുസരിച്ചിട്ട് അവരുടെ ഏറ്റവും നല്ല ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഫോണായിരുന്നു ഐഫോൺ 11 Pro മാക്സും. അതിനെയൊന്നും കടത്തി വെട്ടാൻ ആപ്പിൾ ഐഫോൺ 12-ന് പറ്റില്ല. ഒന്നാമത്തെ കാര്യം ബാറ്ററി ലൈഫ് കുറവാണ്, രണ്ടാമത്തെ കാര്യം 5G ഉണ്ട്, മൂന്നാമത്തെ കാര്യം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാം ആപ്പിൾ A14 ബയോണിക്കിൻ്റെ എഫിഷ്യൻസിയാണ്. പക്ഷേ അത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ 80,000 രൂപയുണ്ടെങ്കിൽ ഈ 2 ഫോണുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ ഇതൊക്കെയാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ക്യാമറയിലാണ്. ബാക്കിയുള്ള ഡിസ്പ്ലേ, റാം, സ്റ്റോറേജ്, മെയിൻ ക്യാമറ, പിന്നെ എല്ലാം ഏകദേശം ഒരേപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളടുത്ത് ഇപ്പോൾ 80,000 രൂപയുണ്ട്, നിങ്ങൾക്ക് ഐഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഐഫോണാണ് വാങ്ങാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അനലിറ്റിക്സ് നോക്കുമ്പോൾ കണ്ടമാനം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. തെറി മാത്രം വിളിക്കരുത്, കാരണം നമ്മളെല്ലാവരും നമ്മളുടെ ഒപ്പീനിയൻസ് പറയല്ലേ ഈ വീഡിയോസിൽ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, അല്ലാണ്ട് തെറി വിളിക്കാതിരിക്കുക.